ഈ വീഡിയോ വ്യൂസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഇത് പ്യോ ഇൻഫർമേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് എങ്ങനെയൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന 6 ചാർജിങ് മിസ്റ്റേക്ക്. ഇത് വെറും ചാർജറിനെ കുറിച്ചിട്ടും ബാറ്ററിനെ കുറിച്ചിട്ടും പറയുന്ന ഒരു വീഡിയോ അല്ല. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് മിത്തുകൾ, നമ്മുടെ നാട്ടിലെന്നല്ല ജനറലി ഈ ലോകം മൊത്തമുള്ള കുറേ ചാർജിങ് ആൻഡ് ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള മിത്തുകളാണ് നമ്മളിത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിക്ക് മനസ്സിലാവുകയാണ്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, എൻ്റെ കസിൻ തന്നെ പലതവണയായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എടാ എൻ്റെ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് 100% നിന്ന് 98% ആയി, 95% ആയി. അതുകൊണ്ട് എൻ്റെ ഫോൺ കൊള്ളത്തില്ല, എൻ്റെ ഫോണിന് അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ ഫോണിന് എന്തോ കാര്യമായിട്ടുള്ള എന്തോ തകരാറുണ്ട്, അതുകൊണ്ടാണ് ബാറ്ററി ഹെൽത്ത് 100% നിന്ന് താഴോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് നോക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് ബാറ്ററിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ബാറ്ററി ഹെൽത്ത് നോർമൽ എന്ന് കാണിക്കും. അതിനെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് ബാറ്ററി ഹെൽത്ത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് 100% ആണ് വരേണ്ടത്. അത് ചിലപ്പോൾ 92 ആയിരിക്കും, 93 ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ യൂസ്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് പഠിക്കാനായിട്ട് ആദ്യം നമ്മുടെ ഐഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കണം. ഐഫോണിൻ്റെ അകത്ത് ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലിഥിയം അയോൺ ബാറ്ററി എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലിഥിയം അയോൺസിനെ ആനോഡിൽ നിന്ന് കാത്തോഡിലോട്ട് ട്രാവൽ ചെയ്യിപ്പിച്ചാണ് ഈ ഒരു ബാറ്ററി വർക്ക് ആവുന്നത്. ഈ ലിഥിയം അയോൺ ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു മീഡിയം വേണം. അതിനായിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ലിക്വിഡ് ഫോമിലുള്ളതാണ് ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഫോൺ മേടിക്കുന്ന സമയത്ത് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് ഈ ലിഥിയം അയോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ബാറ്ററി നല്ലതുപോലെ വർക്ക് ആവും. എന്നാൽ നിങ്ങൾ എത്രത്തോളം ഈ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നാച്ചുറലി, അതായത് 9-10 മാസമൊക്കെ കഴിയുന്ന സമയത്ത് നാച്ചുറലി ഇതിൻ്റെ അകത്തുള്ള ഈ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങും. ഈ ഇലക്ട്രോലൈറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിഥിയം അയോൺസിന് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ട്രാവൽ ചെയ്യണമെന്ന്, ഫ്രീ ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റൂല. അവർക്ക് ട്രാവൽ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ബാറ്ററി ഹെൽത്ത് % കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു എസ്കലേറ്ററിനെ മനസ്സിൽ വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ലുലു മോളിൻ്റെ താഴത്തെ ഫ്ലോറിൽ നിന്ന് എസ്കലേറ്റർ കയറി മേളിലത്തെ ഫ്ലോറിൽ എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ്. നിങ്ങൾക്ക് താഴത്തെ ഫ്ലോറിൽ നിന്ന് മേളിലത്തെ ഫ്ലോർ വരെ ഈസി ആയിട്ട് പോകാനായിട്ടുള്ള, ഫ്രീ ആയിട്ട് തിരക്കൊന്നും ഇല്ലാതെ പോകാനായിട്ടുള്ളൊരു മീഡിയമാണ് ആ എസ്കലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എസ്കലേറ്ററാണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. നമ്മൾ താഴത്തെ ഫ്ലോറാണ് ആനോഡ്, നമ്മുടെ മേളിലത്തെ ഫ്ലോറാണ് കാഥോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോകണം. നമ്മുടെ താഴത്തെ ഫ്ലോറിൽ നിന്ന് മേളിലത്തെ ഫ്ലോറിലേക്ക് പോകണം. നിങ്ങളാണ് ലിഥിയം അയോൺസ്. ഓക്കെ, ലിഥിയം അയോൺസ് ആയിട്ടുള്ള നിങ്ങൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് എസ്കലേറ്റർ, അതായത് ആ ഒരു ഇലക്ട്രോലൈറ്റ്, ആ ഒരു മീഡിയം വഴി എസ്കലേറ്റർ കയറി മേളത്തെ ഫ്ലോറിലേക്ക് പോകുന്നു. മേളത്തെ ഫ്ലോറിൽ നിന്ന് വീണ്ടും നിങ്ങൾ താഴേക്ക് വരുന്നു. ഇങ്ങനെയാണ് ബാറ്ററി വർക്ക് ആവുന്നത്. മനസ്സിലായോ? ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ വന്നു കഴിഞ്ഞാൽ. സോ ഇതാണ് സിമ്പിൾ പ്രിൻസിപ്പൽ. അപ്പം നാച്ചുറലി ഇലക്ട്രോലൈറ്റ് ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്കലേറ്റർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ലോ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന എസ്കലേറ്റർ ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റില്ല, കുറച്ച് തടസ്സം ഉണ്ടാവും. സിമ്പിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി 100% തന്നെ ആവണം എന്ന് പറയുന്നത് ഒരു മിത്താണ്. നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എത്രയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു സർട്ടൺ പോയിന്റ് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഹെൽത്ത് % കുറഞ്ഞ് വരും. അത് 100-ൽ നിന്ന് താഴേക്ക് വരും. 85 ഏറ്റവും, നിങ്ങൾക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് 85 ആയിക്കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് $110, ഏകദേശം നാട്ടിലത്തെ 4000-5000 രൂപയ്ക്ക് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് ഈ പ്രശ്നങ്ങൾ പറ്റുന്നതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ബാറ്ററിനെ സംബന്ധിച്ച് കെമിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്ന നമ്മുടെ ബാറ്ററിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് അതിൻ്റെ ഹീറ്റാണ്.
അപ്പോൾ നമുക്ക് ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പാതി പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ എങ്ങനെ നമുക്ക് ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാൻ പറ്റും? നിങ്ങൾ ഫോണ് ഹീറ്റിംഗ് സിറ്റുവേഷനിലൂടെ ഉപയോഗിക്കാതിരുന്നാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പവർ ബാങ്കിൽ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിലത്തൂടി നടന്നു പോവാണ്, വെയിലത്ത് വെച്ച് ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെമൻഡസ് ആയിട്ടുള്ള ഹീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇപ്പം ലൈക്ക് ഒബ്വിയസ്ലി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെയാണ്, എന്നാൽ ഐഫോൺ ഉപയോഗിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോസ് 4K വീഡിയോസ് നിരന്തരം 4K വീഡിയോസ് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഹീറ്റ് ജനറേറ്റ് ആവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒഴിവാക്കി കുറച്ചൊന്ന് കംഫർട്ടബിൾ ആക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് നിൽക്കും. ഒന്നാമത്തത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടാത്തത് ഫോണിൻ്റെ ഒരു പ്രശ്നമോ അപ്ഡേറ്റിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. ഇതൊരു മിത്താണ്. അപ്ഡേറ്റിന് ശേഷം, അപ്ഡേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഐഫോൺ 17 ആണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐഫോൺ 17 നിന്ന് 18 മേജർ അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള അപ്ഡേറ്റുകൾക്കാണ് കൂടുതൽ ഈ പ്രശ്നം വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ആപ്പിളിൻ്റെ ഇവൻറ്റിൽ നമ്മുടെ iOS ലോഞ്ച് ചെയ്തതിന് ശേഷം ആളുകളെല്ലാം കൂടി ചാടി കയറി പബ്ലിക് ആക്കപ്പോൾ iOS അപ്ഡേറ്റ് ചെയ്യും. iOS അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് കിട്ടുന്നില്ല, ബാക്കപ്പ് കിട്ടുന്നില്ല, ചാർജ് പെട്ടെന്ന് കുറയുന്നു. ഇത് ആക്ച്വലി നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡിവൈസ് സെറ്റപ്പ് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓടുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോൺ ഓഫായി റീസ്റ്റാർട്ടായി നമുക്ക് പുതിയ OS കൂടി വന്നു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള പല പുതിയ ഫീച്ചേഴ്സും കൊണ്ടുവരാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അപ്ഡേറ്റ് റൺ ചെയ്യുന്നുണ്ടാവും, അപ്ഡേറ്റ് ആൻഡ് സെറ്റപ്പ് റൺ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ബാറ്ററി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസ് സെറ്റപ്പ് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓടുന്നുണ്ടാവും. അത് നല്ലതുപോലെ ബാറ്ററിയും എടുക്കുന്നുണ്ടാവും. ഇത് ആക്ച്വലി പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നതിനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പഴയ OSനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ OS വരുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഓണായി വന്നതിന് ശേഷം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമല്ലോ, എന്നിട്ടും നിങ്ങളുടെ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഫോണിൻ്റെ മോഡലും അനുസരിച്ച് ടൈം എടുക്കാം. ചിലപ്പോൾ 4 മണിക്കൂറാവും, ചിലപ്പോൾ 2-3 ദിവസം എടുക്കാം, ചിലപ്പോൾ 1 ദിവസം എടുക്കാം. അതാണ് 2-3 ദിവസം കഴിയുന്ന സമയത്ത് നമ്മുടെ ബാക്കപ്പ് വീണ്ടും നോർമൽ ആവുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമാധാനമായിട്ട് ഇരിന്നാൽ മാത്രം മതി. പിന്നെ എപ്പോഴും ബാറ്ററി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്പ് സ്റ്റോർ എടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും. ആ അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് നോക്കുക. യൂഷ്വലി നമ്മൾ ഇപ്പോൾ ഐഫോൺ 17 നിന്ന് 18 നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ അകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ OSുമായിട്ട് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആവാനായിട്ട് ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്പേഴ്സ് അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഐ നോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സാധനങ്ങളെല്ലാം കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുറച്ചധികം നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. ബട്ട് നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണകൾ മാറും. അടുത്ത മിത്താണ് 100% മേളിൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പാടില്ല. ഓവർ ചാർജിങ് യുവർ ഫോൺസ് ബാറ്ററി. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരു 3-4 വർഷം മുന്നേ ഇത് നമുക്ക് വേണമെങ്കിൽ റെലവൻസി ഉള്ള ഒരു കാര്യമായിട്ട് പറയാതിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇതൊരു മിത്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഐഫോൺസ് എല്ലാം അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് ആയാലും ഹാർഡ്വെയർ സൈഡ് ആയാലും ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന മറ്റേത് സ്മാർട്ട് ഫോൺസ് ആയാലും ഒരു ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൻ്റെ ബാറ്ററിയുടെ കൂടെ വരുന്നുണ്ട്. ഈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ചാർജായി നിങ്ങളുടെ ബാറ്ററിക്ക് ഡാമേജ് ഒന്നും വരരുത് അല്ലെങ്കിൽ വരില്ല എന്നുള്ളത് ഉറപ്പുവരുത്തും. അതിപ്പോൾ ഓവർ ചാർജ് മാത്രമല്ല, പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം നിങ്ങളുടെ ഫോണിനെയും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ BMSന് പറ്റും. അതിപ്പോൾ വരുന്ന പല ഫോണുകളിലും ഉണ്ട്. നിങ്ങളൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അടുത്തതാണ് നിങ്ങളുടെ ഫോണ് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കരുതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഐഫോൺസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോണ് ചാർജ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, ഇതൊരു മിത്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ഐഫോൺ 15ഉം 16 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് വരാതിരിക്കാനായിട്ട് എന്താണ് ഐഫോൺ ചെയ്യുന്നതെന്ന് അറിയാമോ? ഐഫോണിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഓക്കെ ഇവൻ ഗെയിം കളിക്കുകയാണെന്ന് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം ഈ ചാർജറിൽ നിന്ന് എടുക്കുന്ന ചാർജിങ് ഔട്ട്പുട്ട് ഭയങ്കര കുറവ് മാത്രമേ എടുക്കുകയുള്ളൂ. യൂഷ്വലി നമ്മുടെ ഫോൺ എങ്ങനെയാണ് ചാർജ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 80% ഫാസ്റ്റായിട്ടും ചാർജ് ആവും, ബാക്കി വളരെ സ്ലോ ആയിട്ടും ചാർജ് ആവും ആ ഹീറ്റ് മാനേജ് ചെയ്യാൻ. അപ്പോൾ ഈ 0 to 80%
ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ചാർജ് ആവില്ല. കാരണം നമ്മൾ എന്താണ്, ഒരു ഹൈ ഗ്രാഫിക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ചാർജും കൂടി കയറ്റിക്കഴിഞ്ഞാൽ നല്ലപോലെ ഹീറ്റ് ജനറേറ്റ് ആവും. മനസ്സിലായോ? അതേപോലെ തന്നെ നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുകയാണ്, നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും തന്നെ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് ടെക്നിക്കലി നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും, ഇപ്പോൾ വരുന്ന പല ഫോൺസും. അറ്റ് ദ സെയിം ടൈം ഇതിനകത്തൊരു ഡിബേറ്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചസ് ആണ്. നമ്മുടെ നാട്ടിൽ ഒരു 20-25 അല്ലെങ്കിൽ 26 ഒക്കെയാണ് മിനിമം ടെമ്പറേച്ചർ. അത് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു AC ഉള്ള റൂമിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ മിനിമം ഒരു 17 to 18 അല്ലെങ്കിൽ മേ ബി ഒരു 20 ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കും. അത് കുഴപ്പമില്ല. AC-ക്കകത്ത് ഇരുന്നിട്ടാണ് നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളൊരു ഫാനുള്ള റൂമിൻ്റെ അകത്താണ്, അത്യാവശ്യം ചൂടുള്ള സമയത്താണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ജസ്റ്റ് ബിക്കോസ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് എപ്പോഴും ഹ്യൂമിഡിറ്റി നിറഞ്ഞതും അതുപോലെ തന്നെ നല്ല ചൂടുമാണ്. എന്നാൽ തണുപ്പുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം പൊതുവേ നല്ല കൂൾ ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഫോഴ്സ് ക്വിറ്റ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ഐഫോണിൻ്റെ അകത്ത് നമ്മളിങ്ങനെ പറന്ന് കിണ്ടിക്കളയും. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊരു മിത്താണ്. നമ്മൾ ഒരു ആപ്ലിക്കേഷനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ടെക്നിക്കൽ സൈഡ് വെച്ചിട്ട് അതൊരു സസ്പെൻഡഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. സസ്പെൻഡഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങളുടെ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കില്ല അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവില്ല. ബട്ട് ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലും വർക്ക് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മാപ്പ്, സ്പോട്ടിഫൈ അല്ലെങ്കിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇതേപോലെയുള്ള ഓരോ സെക്കൻഡും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉറപ്പായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണം. കാരണം അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുതന്നെ ഗുണമുള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം, അതൊന്നും ഒരിക്കലും സസ്പെൻഡഡ് സ്റ്റേജിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ബാറ്ററി തിന്നൂല. അപ്പോൾ നിങ്ങളിത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഫൈനലായിട്ടുള്ള നമ്മുടെ മിത്താണ് നിങ്ങളുടെ ഫോണ് നിങ്ങൾ 0% വരെ ഡ്രെയിൻ ചെയ്യണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ ഒരു വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഐ എം റിയലി സോറി. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷനിൽ ഈ ഒരു പ്രശ്നം ഇനി മുതലില്ല. ഈ മിത്ത് എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തു. ആക്ച്വലി ആളുകൾ ഈ മിത്ത് കൊണ്ടുവന്ന എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കൽ കാഡ്മിനം ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാറ്ററി ഇപ്പോൾ 100% ചാർജ് ഉണ്ട്, അതിന് നമ്മൾ 50% വരെ ഉപയോഗിച്ചു. എന്നിട്ട് ഈ 50%ൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ അതിന് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വരെ, അതായത് ഫുൾ ചാർജ് തീർക്കുക, എന്നിട്ട് ഒന്നിന് ചാർജ് ചെയ്യുക. അതിനൊരു മെമ്മറി എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ലിഥിയം അയൺ ബാറ്ററീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെമ്മറി എഫക്റ്റ് ഒന്നുമില്ല. ലിഥിയം അയൺ ബാറ്ററീസ് എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% റീചാർജ് ചെയ്യുക, ഒരു 80 വരെ ചാർജ് ചെയ്യുക. ഡ്രെയിൻ ചെയ്ത് കളയുന്നത് നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ലിഥിയം അയൺ ബാറ്ററിക്ക് അത്ര നല്ല കാര്യമല്ല. സോ ഇത്രയാണ് ടെക്നിക്കലി കുറേ മിത്തുകൾ നമ്മൾ അൺഫോൾഡ് ചെയ്തിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ് ഞാൻ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം, എനിക്കൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിലും ഒരുപാടുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, സയൻറ്റിഫിക് സൈഡ്. ഇറ്റ്സ് ഓൾ സയൻസ് ആൻഡ് വെരി കോംപ്ലിക്കേറ്റഡ്. വെരി കോംപ്ലിക്കേറ്റഡ് മീൻസ് വെരി കോംപ്ലിക്കേറ്റഡ്. ഞാൻ ഏകദേശം 3 ദിവസം എടുത്തിട്ടാണ് ഇതിനെ എൻ്റെ തലച്ചോറിൻ്റെ അകത്തുള്ള ഇതിൻ്റെ കോൺസെപ്റ്റും കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ആ സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ എൻ്റെ ഒരുപാട് സമയമെടുത്തു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടെക്നിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. സയൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല എല്ലാവരും, എന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണം. അപ്പോൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വർക്കൗട്ട് ആയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ നല്ല വീഡിയോ ആണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഹോപ്പ്ഫുള്ളി അത് നല്ല വീഡിയോ ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഇത്രയും നേരം. ആൻഡ് ഐ ലവ് യു ഗൈസ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ പല ഫീഡ്ബാക്കുകൾ തരുന്നുണ്ട്. പ്ലീസ് ഡൂ ദാറ്റ് ആൻഡ് ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ റിയലി ലവ് യു ഗൈസ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഇന്ന് എൻ്റെ കുറേ ആഗ്രഹങ്ങളും ഞാൻ എവിടെയൊക്കെ എത്തണമെന്ന് തീരുമാനിച്ചത്, ആ ലെവലിലൊക്കെ എനിക്ക് എത്താൻ സാധിച്ചത് ഈ ചാനൽ കൊണ്ടാണ്. നിങ്ങളെല്ലാം കാരണം കൊണ്ടാണ്. ഐ എം റിയലി ബ്ലെസ്ഡ് ആൻഡ് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.